എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രൈവറ്റ് ബസ് ഡ്രൈവിംഗ് ആണ്. അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നമ്മൾ കയറ്റിയാണ് കേസ്. ഇപ്പോൾ കേസപ്പോൾ നമ്മളെ വണ്ടി ഹോണില്ലാത്തതുകൊണ്ട് നമ്മളെ വെച്ചിരിക്കുകയാണ് കേസ് ഹോൺ അടിക്കുന്നത്. അപ്പോൾ കേസ് നമ്മളെ വണ്ടി എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി പെട്ടെന്ന് കയറി ഇതിപ്പം ആൾക്കാരെല്ലാം കയറുന്നുണ്ട്. നമുക്കിത് പോവാം കേസ്. അപ്പം നമ്മളെല്ലാവരും കയറ്റിയിട്ടുണ്ടായിരുന്നോ നമ്മുടെ വണ്ടികളൊക്കെ നേരെ ഇങ്ങ് എടുക്കാൻ കേസ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ് ഡ്രൈവിംഗ് ആണ്. അപ്പം നമ്മളിപ്പോൾ അടിപൊളി ഒരു പ്രൈവറ്റ് ബസ്സാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ വിൻഡോ ഒക്കെ എൻ്റെ പൊന്ന് കേസ്, വിൻഡോ ഒക്കെ അങ്ങോട്ട് തുറന്നിട്ട് മഴയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വിൻഡോ ഒക്കെ. ഇവന്മാർ പൊട്ടന്മാരാണ് കേസ്. അപ്പം നമ്മളാണെങ്കിൽ കേസ് ഇപ്പം നമ്മളാണെങ്കിൽ എൻ്റെ പൊന്നു കേസ്. നമുക്കാണെങ്കിൽ നേരെ പോകാനുള്ളതെന്ന് വെച്ചാൽ റൂട്ട് വലിയ റൂട്ടാണ് കേട്ടോ കേസ്. അപ്പം നമുക്ക് $108 ഡോളറിൻ്റെ കളിയാണ് കേസ്. ഇപ്പം നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് കേസ്. ഇപ്പം വെറുതെ ഓടുന്നതല്ല കേട്ടോ കേസ്. ഇവരെ എല്ലാം ഇനി അവിടെ കൊണ്ട് ഇറക്കണം. ഇനി ഇവിടെ നിന്നുള്ള വളവൊക്കെ വളച്ചെടുക്കുമ്പോഴാണ് ഇവിടെ ഏത് വഴിയൊക്കെ കെട്ടിക്കൊണ്ട് പോവാണ്ട് എൻ്റെ പൊന്നു മോനടാ. പോട്ട് ഇടിച്ചില്ല പോട്ട് പോവും. ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് ഇടിക്കുമെന്ന് കേട്ടോ ഗൈസ്. എന്തായാലും പോകും ഗൈസ്. അപ്പം നമ്മളെ വണ്ടി കിളിയില്ല ഗൈസ്. ഇപ്പോൾ ആരുമില്ല ഗൈസ്. എല്ലാവരെയും നമ്മൾ ഇവിടെ പാസ് ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും നേരത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ KSRTC കണക്കാണ് ഗൈസ്. അപ്പം നമ്മുടെ KSRTC അല്ല ഗൈസ്, എന്നാലും പ്രൈവറ്റ് ബസ്സാണ്. നമ്മളെ ബസ്സിൻ്റെ പേര് പൊന്നു എന്നാണ് ഗേസ്. നമുക്ക് ഇഷ്ടമല്ലാത്ത പേരാണ് ഗേസ്. വേറെ ബസ്സിൻ്റെ വല്ല പേരിട്ടായിരുന്നോ പൊന്നു ഗേസ്. എന്തൊരു പേര് ഗേസ്, പൊന്നു ഗേസ്. എന്തായാലും കിടക്കട്ടെ ഗേസ്. വെറുതെ എടുത്തൊരു ബസ്സാണ് ഗേസ്. വല്ല പൈസ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു ഇതിന്ന് കളക്ഷൻ. അപ്പം എൻ്റെ പൊന്നു മോനോടായിട്ട് ഇടിച്ചിടിച്ച് വണ്ടി ആദ്യത്തെ ദിവസം തന്നെ ഇടിച്ച് ഗേസ്. എന്താ പറയാനാണ് ഗേസ്. ആദ്യ ദിവസം തന്നെ ഗേസ് വണ്ടി എടുത്തതേ ഉള്ളൂ, അതിനു മുമ്പ് ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്യാനാണ്, നീ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വിറ്റായിരിക്കും ഗേസ്. ഇടിച്ച് എവിടെയെങ്കിലുമൊക്കെ ചളങ്ങി ഇരിക്കും ഗേസ്. നമ്മളെ വണ്ടിയുടെ പഴുക്കം വല്ലതും ഉണ്ടോ നമുക്കിവിടെ ഒതുക്കിയിട്ട് നോക്കാം ഗേസ്. അപ്പം നമ്മളെ വണ്ടി വല്ല ചതവോ ഇടിവോ വല്ലതൊക്കെ ഉണ്ടോ നമുക്ക് നോക്കണ്ടേ ഗേസ്. വല്ല വണ്ടി എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കോണം. അപ്പോഴേ ഇൻഡിക്കേറ്റർ കിട്ടി ഗേസ് ഇവിടെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് ഗേസ്. അപ്പം നമ്മളെ വണ്ടിക്ക് വലിയ പഴുക്കൊന്നും ഇല്ല ഗേസ്. നമ്മളെ എല്ലാം ഓക്കെയാണ് കേസ്. അപ്പം നമുക്ക് ലൈറ്റ് ഇടാം. ലൈറ്റൊക്കെ ഇടുമ്പോൾ വൈബ് കുഴപ്പമില്ല കേസ്. അപ്പം ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ചെറിയൊരു ചളുക്കുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും വലുതായിട്ട് ഇതില്ലാത്തതുകൊണ്ട് നമുക്കത് പോവാം കേസ്. അപ്പോൾ രാത്രി ആവട്ടുണ്ട് കേട്ടോ കേസ്. അപ്പം ഈ ഒരു വെട്ടം ഇട്ടേക്കാം കേസ്. അപ്പം നമ്മൾ ആ ഒരു വെട്ടമൊക്കെ ഇട്ട് നമ്മൾ നേരെ പോവുകയാണ് കേസ്. നല്ല പേരൊന്നും കിട്ടിയില്ല കേസ്. നല്ലൊരു വണ്ടി ഞങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ്. ഇതാണെങ്കിൽ അത്ര പോലെ കേസ്. ഈ ഒരു വണ്ടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേസ്. അപ്പം നമ്മൾ പോവുകയാണ് കേസ്. അപ്പം വൈപ്പറൊക്കെ ഇടാം കേസ്. ഇടയ്ക്ക് വൈപ്പർ ഇടണം. ഇപ്പം നമ്മളെ വൈപ്പർ ഓട്ടോമാറ്റിക് വൈപ്പറാണ് കേസ്. വെള്ളം വന്ന് വീഴുമ്പോഴേ തന്നെ അങ്ങ് പൊയ്ക്കോളും. അടുത്തൊരു ഇതിലോട്ട് ബോർഡറിൽ കാലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേസ്. നമ്മൾ ഓട്ടോമാറ്റിക് വൈപ്പർ കിട്ടാണ് കേസ് നമ്മളിപ്പോൾ പോകുന്നത് കേസ്. നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ കേസ്. ഈ ഒരു ബസ് 200 സ്പീഡിലേക്ക് നമ്മളെ ഈ ഒരു വണ്ടി കയറും കേസ്. ഇപ്പം നമ്മൾ 200 സ്പീഡിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. 200 സ്പീഡിൽ ഇത് കയറുമെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. 200 സ്പീഡിൽ കയറും കേട്ടോ കേസ്. അപ്പം 200-ലൊക്കെ കയറുമെന്ന് ഇതിനകത്ത് ഉണ്ടായിരുന്നു. മൈലേജൊക്കെ നല്ല മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് ഞാൻ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് പോയി മേടിച്ചത്. പൊന്നുമാണ് കേസ് നമ്മുടെ വണ്ടിയുടെ പേര് കേസ്. ഇതിൻ്റെ ഓണർ ഞാൻ തന്നെയാണ് കേസ്, വേറെ ആരുമല്ല കേസ്. അപ്പം നമ്മൾ നേരെ എൻ്റെ പൊന്നിടെ ഊണടിച്ചാലും മാറ് പെട്ടെന്ന് പോട്ട് ഇടയിലേക്ക് മാറേ. ഇവിടെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ? ഇല്ലേ പോട്ട് കേസ്. ഇപ്പം നമുക്ക് നേരെ തന്നെ പോവാം. നമ്മൾ തന്നെ ചോദിക്കണം കേസ്. നമ്മൾ തന്നെ ഓട്ടിക്കാൻ വേണം. നമ്മൾ തന്നെ ആൾക്കാരെ ഇറക്കാൻ വേണം. ഡോറ് തുറന്ന് ഓട്ടോമാറ്റിക് ഡോറായതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അവിടെ ചെന്ന് ആൾക്കാരെ തന്നെ തുറന്നോളും. എന്തായാലും ചില വൃദ്ധന്മാർ തുറക്കാൻ പാടാണ് കേസ്. നമ്മൾ അല്ലാതെ ഡോറൊക്കെ തുറന്നിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഡോറാണ് കേസ്. ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്ന കേസ്. ഞാൻ തന്നെ നോക്കുന്ന കേസ് എല്ലാം മിന്നി കത്തുന്ന നമ്മളല്ലാത്തൊരു ഡിം ലൈറ്റുകളൊക്കെ ഇട്ടേക്കാണ് കേസ്. അപ്പം അതെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയൊക്കെ വരുന്നുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട്. മാറ് പെട്ടെന്ന് പോരക്കന്മാർ. ഇവന്മാരെന്തുമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ ബസ് അവിടെ കയറുന്നതിന് മുമ്പ് കേസ് അവിടെ എത്തണം. ഇപ്പോൾ ഹോണില്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചുണ്ടാക്കാൻ കേസ്. ഇപ്പം എടുത്തോണ്ട് പോടാ. പച്ച വണ്ടി എന്തുവാടാ എടുത്തോണ്ട് പോടാടാ. രാവിലെ തന്നെ ഓരോന്ന് അടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് ഇവന്മാരെയൊക്കെ. എന്താക്കാനാണ് ഗേസ്. അന്ന് നമ്മൾ നേരത്തെ പോസ്റ്റിൽ അടിച്ചാതെ ഇപ്പം വേറെ ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. സാധാരണ ഇപ്പോൾ പറ്റേണ്ടുള്ള സമയം കഴിഞ്ഞ് അതെനിക്ക് അറിഞ്ഞോളൂ ഗേസ്. പിന്നെ എനിക്ക് ഇച്ചിരി പ്രൊഫഷണൽ ഡ്രൈവിങ് കൂടിയോന്ന് എനിക്ക് സംശയമില്ലാതില്ല. അതായതിപ്പോൾ നമ്മളിവിടെ ഹോണൊക്കെ അടിച്ച് കയറി മാറി ഇപ്പം കയറാൻ നിൽക്കും. ഇടിച്ച്
ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇടിച്ചില്ല കേസ്, നമ്മൾ ഇടിച്ചില്ല കേസ്. അപ്പം നമ്മൾ കേസ് ഭയങ്കര പ്രൊഫഷണലാണ് കേസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കേസ് ഭയങ്കര പ്രൊഫഷണലാണ്. 5-6 ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര നല്ല പ്രൊഫഷണലാണ്. അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഈ വൈപ്പർക്ക് ഓഫാക്കി ഇടാൻ പോലും ഇടിച്ചിടിച്ചിടിച്ച് ഇടിച്ചില്ല കേസ്. അപ്പോൾ ഇടിച്ചില്ല നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. പ്രൈവറ്റ് ബസ്സാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേസ്, ആൾക്കാരൊക്കെ ഉണ്ട് കേസ്. നല്ല വൈബാണ് കേസ് പ്രൈവറ്റ് ബസ് ഓട്ടിക്കാൻ. നിങ്ങൾ ഓട്ടിച്ചെങ്കിൽ അതിൻ്റെ ഫീലൊക്കെ കിട്ടും. അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ നിങ്ങളൊന്ന് കാണണേ, ഇതെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ നീങ്ങി പോകും. ഈ വണ്ടി ഇപ്പം മാറത്തില്ല, അപ്പോൾ ഞാനൊരു ബ്രേക്ക് പിടിക്കും കണ്ടു കേസ്. അപ്പം എല്ലാം കടന്ന് കുലുങ്ങും. നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഷോക്ക് അബ്സോർബറൊക്കെ നമ്മൾ വെച്ചോണ്ടാണ്, അല്ലാതൊന്നും വരത്തില്ല കേസ്. അപ്പം നമ്മളിവിടെ ഒരു അപ്പൂപ്പൻ പോലും ഇറങ്ങാനില്ലല്ലോ കേസ്. അപ്പം ഇവിടെ ഒന്നും അല്ല കേട്ടോ കേസ്, നേരെ സ്റ്റാൻഡാണ് കേസ്. നമ്മൾ ചെന്ന് കയറണ്ടല്ലോ. എൻ്റെ പോലീസ് കേസ്. ആ യൂട്ടേൺ എടുത്ത് പോയത് ഭാഗ്യം കേസ്. നമ്മളെ ബസ്സിലാണെങ്കിൽ ഹെയർ ഹോൺ ഉണ്ട് കേസ്. പളപ്പം അങ്ങനത്തെ ഹെയർ ഹോണാണ്. ഇപ്പം നമ്മൾ അടിച്ച് കാണിക്കുന്നില്ല കേസ്. അപ്പം നമ്മളാണെങ്കിൽ ഹെയർ ഹോൺ എല്ലാം നമ്മളെ വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അറിയാതെ മാറ്റിയില്ലായിരുന്നു. അപ്പം നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ഒരു ഇരിപ്പുണ്ട് കേട്ടോ കേസ്. അപ്പം അതൊക്കെ നമ്മൾ ഇന്ന് തന്നെ മാറ്റാമെന്ന് വിചാരിക്കുകയാണ് കേസ്. അപ്പോൾ ഇന്ന് തന്നെ മാറ്റിയേക്കാം കേസ്. ഇന്ന് വല്ല ചെക്കിങ്ങിന് വല്ലതും വന്നാലേ കേസ്. അപ്പം നമ്മൾ ബ്രേക്ക് കേസ്. നല്ല കൊഞ്ചലൊക്കെ കിടന്ന് ആടുന്ന കാണാനാണ് എനിക്കിഷ്ടം കേസ്. അപ്പം ഒരു വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കിതാണ് കേസ്. അപ്പം കേസ് എവിടെ ആ കാറിനെ ഇടിച്ചില്ല കേസ്, എൻ്റെ പൊന്നോ കേസ്, ജസ്റ്റ് മിസ് കേസ് ആ കാറിനെ ഇടിക്കാൻ. നമ്മൾക്ക് വൈപ്പർ ഇടാതെ പോയാലോ കേസ്. ഇപ്പം നമ്മൾ വൈപ്പറൊന്നും ഇടാതെ പോവുകയാണ്. വൈപ്പറൊന്നും ഇടാതെ പോകുമ്പോൾ നമ്മൾ ഗ്ലാസ് മുഴുവൻ ഇങ്ങനെ വെള്ളം കൊണ്ട് മൂടുവന്ന കേസ്. വലിയ കുഴപ്പമൊന്നുമില്ല കേസ്, നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് കേസ്. ഞാൻ വൈപ്പർ ഓണല്ല, നിങ്ങൾ നോക്കിക്കോ, വൈപ്പറൊന്നും ഓണല്ല കേസ്. അപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ കേസ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പ്രൈവറ്റ് ബസ്സായതുകൊണ്ട് ഇച്ചിരി സസ്പെൻഷൻ കൂടുതലാണ്. അപ്പം ബ്രേക്കൊക്കെ പിടിച്ചാൽ അപ്പം തന്നെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാൻ കാണിച്ചു തരാം. മാറ് ഞാൻ പറഞ്ഞില്ലേ കേസ്. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേസ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനുമുമ്പ് ഒരു മമ്മായി ഇടിച്ച് കിട്ടുകയും ചെയ്ത്. അപ്പം ഇതിനൊരു പാർട്ട് 3യും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.